വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പൊ ഞാൻ ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല പ്രോഡക്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെയും കൂടെ അത് കാണിക്കാം, അതിന്റെ റിവ്യൂസ് ഒക്കെ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ നമുക്ക് വൈകിക്കാതെ വീഡിയോയിലേക്ക് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരും. നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കാണിക്കാം. ഇത് ലിനേജിന്റെ ലിപ് മാസ്ക് ആണ്. നിങ്ങൾ എല്ലായിടത്തും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ആക്ച്വലി ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഈ ബ്രാൻഡ്. ഇതില് എനിക്ക് ഇങ്ങനെ ഒരു വാല്യൂ പാക്ക് ആണ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഇതിന്റെ മിനീസ് കുറച്ച് എല്ലാ ഫ്ലേവേഴ്സും അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ ഫ്ലേവേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതിലുള്ള ഫ്ലേവേഴ്സ് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നമുക്ക് പിന്നെ അത് വലിയൊരു ബോട്ടിൽ അത് വാങ്ങിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ റിവ്യൂ പറയാനായിട്ട് ഇതിൽ ഒരെണ്ണം മാത്രം യൂസ് ചെയ്തു. ഇതിന്റെ ഒരു ഫ്ലേവർ വന്നിട്ട് വാട്ടർ മെലൺ പോപ്പ് ആണ്. സോ ഇത് ഞാൻ യൂസ് ചെയ്തു. ഭയങ്കര അടിപൊളിയാണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. അപ്പൊ രാത്രി നമ്മൾക്ക് ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ലിപ്സ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, നല്ല നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ വിന്റർ സമയമൊക്കെ ആകുമ്പോഴും ഭയങ്കര ഡ്രൈയിങ് ആയിരിക്കുമല്ലോ ലിപ്സ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണിത്. അത് മാത്രമല്ല ഇറ്റ് കംസ് വിത്ത് സ്പൂളി. അപ്പൊ നമുക്ക് കൈ ഇട്ടിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്പൂളി വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഒരുപാട് കാത്തിരുന്ന് വാങ്ങിച്ചു. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ച ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇത് നമ്മളുടെ ഗുവാഷ് ആണ്. എല്ലാവർക്കും അറിയുന്നുണ്ട് ഗുവാഷ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. അപ്പൊ ഇത് സാഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു കോംബോ ആണിത്. ഇതിൽ അവര് അതിന്റെ ഒരു സെറം പ്ലസ് ഗുവാഷയും കൂടെ തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സെറം വേറെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യണ്ട, ഇത് ഒരു ഒറ്റ പാക്കായിട്ട് വരുന്നതാണ്. അപ്പൊ ഗുവാഷ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ് നല്ല സ്കൾപ്റ്റഡ് ആയിട്ട് നമുക്ക് ഡബിൾ ചിൻ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. പക്ഷെ ഇത് ഓവർ ടൈം ആണ് ഇതിന്റെ റിസൾട്ട് വരുള്ളൂ. നമ്മൾ ഒരു 2 ദിവസം യൂസ് ചെയ്തിട്ട് അടുത്ത ദിവസം റിസൾട്ട് ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ഡെയിലി ഇത് നമ്മളുടെ ഒരു റൂട്ടീനിൽ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് മോർണിംഗിൽ ഒരു 10 മിനിറ്റ്സ് ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യാം. ഒരു മസാജ്, നല്ലൊരു മസാജ് കിട്ടുമല്ലോ ഫേസിന്. അത് നമ്മളുടെ ഈ മുഖത്തെ പഫിനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്ന് നല്ല ടെക്സ്ചർ ഇംപ്രൂവ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റിയത്. ഞാൻ ഇതിന്റെ ഒരു ഫുൾ റിവ്യൂ വേറെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാല് സീക്വലിൻ ഓയിലാണ് ഇവർ ഈ ഒരു സ്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെറത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ സീക്വലിൻ ഓയിൽ എന്തിന് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്. മുഖത്ത് എന്തെങ്കിലും ഓയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആക്നി വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ സേഫ് ആണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടന്റ് റീസൺ. എനിക്ക് ഇങ്ങനെ ഓയിൽ സംഭവം യൂസ് ചെയ്തിട്ട് ഗുവാഷ് ഒക്കെ യൂസ് ചെയ്താൽ അടുത്ത ദിവസം എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സീക്വലിൻ ഓയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. എങ്ങനെയുണ്ട് ഇതിന്റെ റിസൾട്ട് എന്നൊക്കെ ഞാൻ കാണിക്കാം. അടുത്തതായിട്ട് ഞാൻ ഡോവിന്റെ ഒരു ബോഡി സ്ക്രബാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതും ഞാൻ യൂസ് ചെയ്ത് നോക്കി. നല്ല മൈൽഡ് ഫ്രേഗ്രൻസ് ആണ് ഇതിനുള്ളത്. ഇത് ക്രഷ്ഡ് മക്കാഡാമിയ ആൻഡ് റൈസ് മിൽക്ക് ആണ് വരുന്നത്. ഈ ഫ്ലേവറിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. ആൻഡ് ഇതിന്റെ വേറൊരു ഫ്ലേവർ, ഞാൻ പൊമഗ്രാനൈറ്റിന്റെ ഒരു ഫ്ലേവർ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തപ്പം ബാക്കിയുള്ള സ്ക്രബിനേക്കാളും ഒരുപാട് നമുക്ക് ഇത് ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അത് മാത്രമല്ല കുറച്ച് എമൗണ്ട് എടുത്താൽ തന്നെ നമുക്കത് ഫുൾ ബോഡി വരും. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഇതൊരു 1 month എങ്കിലും കിട്ടുന്നുണ്ട്. അത് ആക്ച്വലി ഒരു നല്ല കാര്യമാണ്. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് നല്ലോണം ബോഡി സ്ക്രബ് ചെയ്യുന്നുണ്ട്. അപ്പൊ വീക്ക്ലി വൺസ് ഒക്കെ നമ്മള് ബോഡി സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് സ്കിന്ന് ഇങ്ങനെ ഒരുമാതിരി പമ്പി സ്കിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു ബെസ്റ്റ് പർച്ചേസ് ആയിരുന്നു എന്റെ. അപ്പൊ നിങ്ങൾ ട്രൈ നോക്കിയിട്ടില്ലെങ്കിൽ ഇതെന്തായാലും ഒരു ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്ന് ഒരു ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്ന നമ്മളുടെ ഒരു നെയിൽ എക്സ്റ്റൻഷൻ ആണ്.
അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഇതിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പം എനിക്കൊരു ഫെസ്റ്റീവ് സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഡിസൈൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര മിനിമൽ ആണ്, ബട്ട് നല്ലൊരു ഭംഗിയുണ്ട് അതിന്. അടുത്തായിട്ട് ക്ലിനിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നുള്ള ഒരു ഐ ക്രീമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ വിചാരിക്കും ഐ ക്രീം എന്തിനാ യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ഈ മോയ്സ്ചറൈസർ തന്നെ അപ്ലൈ ചെയ്താൽ പോരെന്നൊക്കെ. പക്ഷെ നമുക്ക് ഐയുടെ ഏരിയ കുറച്ച് സെൻസിറ്റീവ് ഏരിയ ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴും സേഫ് ആണ്. അപ്പോൾ നമുക്ക് ഡാർക്ക് സർക്കിൾസും പഫിനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൽ അവർ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ക്ലിനിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ എനിക്ക് അത്യാവശ്യം നല്ല വിശ്വാസമാണ്. ഞാൻ അവരുടെ മോയ്സ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം അത് യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ മോയ്സ്ചറൈസർ ഒന്നും പറ്റുന്നില്ല. പ്ലസ് അത് എന്റെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ മോയ്സ്ചർഡ് ആയിട്ട് വെക്കുന്നത് മാത്രമല്ല, നമുക്ക് സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവൈസേഷനും ഉണ്ട് അതിൽ. സോ ഞാനും അജിയും ഒക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. അജിക്ക് ഇത് യൂസ് ചെയ്തിട്ട് വേറെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. സോ ഞങ്ങളിപ്പോ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ആൻഡ് അടുത്ത പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡോക്ടർ ടീൽസിന്റെ ഫുഡ് ക്രീമാണ്. ഇത് നമ്മളുടെ കാല് ഭയങ്കര ഡ്രൈ ആവുക, ഫ്ലേക്കി ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ നമ്മളുടെ ഫൂട്ടിന്റെ എൻഡ് ഒക്കെ. സോ നമുക്ക് അവിടെ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഇത് ഷിയ ബട്ടർ ആൻഡ് അലോവേര ആൻഡ് എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ വരുന്ന ഒരു സംഭവമാണ്. ഈ ഡോക്ടർ ടീൽസ് അത്യാവശ്യം ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. എനിക്കറിയില്ല ഇത് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന്. അവിടെ കിട്ടുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തായിട്ട് എനിക്കൊരു നല്ല ഡീലിൽ കിട്ടിയതാണ് കേട്ടോ ഇത്. 2 പാക്ക് റേറ്റ് വളരെ കുറവാണ്. $6 സംതിങ്ങിനാണ് എനിക്കിത് കിട്ടിയത്. ഇത് 2 ഉണ്ട്. ഇതില് ഒരു പാക്കില് തന്നെ 40 വൈപ്സ് വരുന്നുണ്ട്. അപ്പൊ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. മാത്രമല്ല ഇത് നന്നായിട്ട് നമ്മളുടെ മസ്കാര ഒക്കെ ഇട്ടിട്ടാണെങ്കിലും ഭയങ്കര വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ് ആണെങ്കിലും ഒക്കെ ഇത് നന്നായിട്ട് റിമൂവ് ചെയ്യും. ആൻഡ് ഇത് ഭയങ്കര ജെന്റിൽ ആണ് സ്കിന്നില്. നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് ഇതിൽ ഈ വൈപ്സിൽ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ക്വേറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് ഇതില് മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ആൽക്കഹോൾ ആൻഡ് ഓയിൽ ഫ്രീ ആണ്. അടുത്തത് ഹുദ ബ്യൂട്ടി എന്നുള്ള ഈ ഒരു ഈസി ബ്ലർ ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതിൽ എന്റെ ഷെയ്ഡ് വന്നിട്ട് ബക്ലവ 340G ആണ്. ഓൺലൈനിൽ ഒരുപാട് നല്ല റിവ്യൂസ് ഉള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഇത്. പക്ഷെ എന്റെ എക്സ്പെക്ടേഷൻ ഇത് മീറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിന്റെ മുന്നേ ഞാൻ ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൗണ്ടേഷനിലൊന്നാണ് ഹുദ ബ്യൂട്ടിയുടെ. ബട്ട് അതിന്റെ അത്രയും ഇത് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. കാരണം ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവുന്നതോ ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അതുമാത്രമല്ല ഈ ഒരു ഷെയ്ഡ് എനിക്കൊരു 1 ഷെയ്ഡ് ലൈറ്റർ ആയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിയാസിനമൈഡിന്റെ 1.5% കൂടെ വരുന്നുണ്ട്. അടുത്തതായിട്ട് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ക്ലിനിക്കിന്റെ മോയ്സ്ചർ സർജ്. ഇത് നമുക്ക് മുഖത്ത് പിമ്പിളൊക്കെ ഉള്ള ആൾക്കാരാണ്, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫേസ് ഒക്കെ ആണെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ എപ്പോഴും എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി. അത്രയും ഇത് അടിപൊളി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതിന്റെ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ചിട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഗുഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ അടുത്തതായിട്ടൊരു ഐ ലാഷസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഹൗസ് ഓഫ് ലാഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് മച്ചൈറ്റോ അങ്ങനെ തന്നെയാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഭയങ്കര ഫൈൻ ഹെയർ ആണ്, ഒരു ഹ്യൂമൻ ലൈക്ക് ഹെയർ ആണ് ഇതിന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ലാഷസ് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇപ്പൊ റീസെന്റ് ഞാൻ അൾട്ടയിൽ പോയപ്പോഴാണ് ശ്രദ്ധിച്ചത് കുറച്ച് നല്ല ഹ്യൂമൻ ലൈക്ക് ഹെയർ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ള ടൈപ്പാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ നല്ല ഹോപ്പ് ഉണ്ട്. ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഏതെങ്കിലും ഒരു ഐ ലുക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പം പക്ഷെ ഇതിൽ ഒരേ ഒരു കാര്യം, ഇത് നമുക്ക് ഇതിന്റെ ഗ്ലൂ എക്സ്ട്രാ വാങ്ങിക്കണമായിരുന്നു. അപ്പം ഹൗസ് ഓഫ് ലാഷസിന്റെ തന്നെയാണ് കേട്ടോ ഇതും. അപ്പം അതിന്റെ ഒരു ഗ്ലൂ ഉണ്ട്. സോ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അടുത്തതായിട്ട് റിയൽ ടെക്നിക്സിന്റെ ഈ ഒരു എന്താ അതിന് പറയാ, മിറാക്കിൾ 2-in-1 പൗഡർ പഫ് ആൻഡ് മിനി കൺസീലർ പഫ്. സോ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇപ്പോ ക്രിസ്മസ് ഒക്കെ വരല്ല, അതിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഉള്ള ഐറ്റമാണ്. അപ്പൊ ഇത് എങ്ങനെയുണ്ട് നോക്കാം. ഇതൊരു ബോള് കണക്കാണ് കേട്ടോ ഉള്ളത്. ഇതിനകത്ത് ഇങ്ങനെ 2 സ്പഞ്ചാണ് വരുന്നത്. ഇതില് ഒരു കുട്ടി സ്പഞ്ചും ഉണ്ട്. എനിക്ക് തോന്നണു ഇത് നമുക്കിങ്ങനെ കൺസീലറൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
യൂസ് ചെയ്യാം. അത് കണക്ക് തന്നെ ഇത് നമുക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡിങ്ങിനും യൂസ് ചെയ്യാം. അത്യാവശ്യം ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ സൈഡ് ഒരു വെൽവെറ്റി ഫിനിഷും ആണ്. ഇവിടെ ഒരു എന്താ പറയാ, ഇതിന് റബ്ബർ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഒരു പ്രത്യേക, എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ്. അടുത്തായിട്ട് ഞാൻ മോർഫിന്ന് 2 ബ്രഷ് ആട്ടോ വാങ്ങിയത്. ഇത് മോർഫി M213 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ, അണ്ടർ ഐയിലൊക്കെ നമുക്ക് ഇങ്ങനെ സ്മഡ്ജ് ചെയ്യാന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബ്രഷാണ്. പിന്നെ രണ്ടാമത്തെ ബ്രഷ് മോർഫിയുടെ M158 എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ഈ വിങ്ഡ് ലുക്ക് ഒക്കെ ചെയ്യാം. പിന്നെ ഐലൈനർ വരയ്ക്കാനാണ് ഞാൻ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓർ നമുക്ക് ഇത് ചെയ്യാം, നമ്മളുടെ പുരികം ഡിഫൈൻ ചെയ്യാൻ പറ്റും. പ്ലസ് അതിന്റെ ബാക്ക് സൈഡിൽ തന്നെ സ്പൂളി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു 2-in-1 ബ്രഷ് ആണ്. ഈ മോർഫി എന്ന് പറഞ്ഞ ബ്രാൻഡിലെ ബ്രഷ് ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ല ക്വാളിറ്റി ബ്രഷസ് ആണ്. അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നിക്സ് എന്നുള്ള ജെൽ ഐലൈനർ ആണ്. ഇത് 2 ഡിഫറെന്റ് കളറിലാണ്, ഒന്ന് ഗ്രീൻ ആൻഡ് ഒന്ന് ബ്ലൂ. പക്ഷെ കാണാൻ ഏകദേശം ഒരേപോലെ ഉണ്ട്. ഞാൻ മാറ്റി വേറെ ഏതെങ്കിലും ഒരു കളർ എടുത്താൽ മതി എന്ന് ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. ഇതിൽ ഒരെണ്ണം ഞാൻ ട്രൈ ചെയ്തിട്ടാ. ഇത് നല്ലൊരു എന്താ പറയാ, ഒരു ഗ്രീൻ ടിന്റ് കിട്ടും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മളുടെ ഐസിൽ ഇട്ടിട്ട് നമ്മളുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു പോപ്പ് ഓഫ് കളർ കൊടുക്കാൻ. അപ്പൊ അങ്ങനെ വാങ്ങിക്കാന്ന് കുറെ നാളെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നിക്സിന്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ എല്ലാ പ്രോഡക്റ്റും. പിന്നെ അത് മാത്രമല്ല നല്ല റേറ്റും നല്ല അഫോർഡബിൾ ആണ്. അപ്പൊ ഞാൻ ഇത് 2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ഏതെങ്കിലും ഐ ലുക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് കാണിക്കാം. പിന്നെ വേറെ ഒരെണ്ണം ഞാൻ എന്റെ കയ്യിൽ കാജൽ ഉണ്ടായിരുന്നില്ല, സോ ഞാൻ കാജൽ ഒരെണ്ണം വാങ്ങിച്ചു. ഇത് മിലാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നാണ് കേട്ടോ. അപ്പൊ ഇതില് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ ബാക്കിൽ തന്നെ സ്മഡ്ജർ ഉണ്ട്. സോ എനിക്കിങ്ങനെ ഈ ഷാർപ്പ് ആയിട്ടുള്ള ഐലൈനർ ലുക്കുകളൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഈ സ്മഡ്ജർ യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്യാം. ഈ സൈഡിലാണ് നമുക്കിങ്ങനെ റോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ. അപ്പൊ അടുത്തായിട്ട് അവീനോടെ ഡെയിലി മോയ്സ്ചറൈസിങ് ബോഡി വാഷ് ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന്റെ ഒരു ലാവൻഡർ കളർ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ് കേട്ടോ. അത് നല്ല അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അവരുടെ വേറെ റേഞ്ചിലുള്ളത് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇത് നറിഷസ് ഡ്രൈ സ്കിൻ എന്നാണ് അവർ പറയണത്. അപ്പൊ ഇപ്പൊ എന്തായാലും ഇവിടെ വിന്റർ സമയം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഒരു എക്സ്ട്രാ മോയ്സ്ചറൈസർ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ ഇതന്നെ വാങ്ങിക്കാമെന്ന്. ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തതാണ്, സൂപ്പറാണ്. അതുപോലെ സൾഫേറ്റ് ഫ്രീ ആണ്, ലൈറ്റ്ലി സെന്റഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഹാർഷ് സെന്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. എനിക്ക് തീരെ സ്മെല്ലില്ലാത്തത് ഇഷ്ടമല്ല കേട്ടോ, പ്രത്യേകിച്ച് ബോഡി വാഷില് ഒരു ലൈറ്റ്ലി സെന്റഡ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോ ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് അവീനോ ആണ് കേട്ടോ ബ്രാൻഡ്. ഇത് ബേബി കെയർ ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പേളിമാണിയുടെ ഒക്കെ ഒരു ചാനലിൽ അവര് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത് അവൈലബിൾ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിന്. അപ്പൊ നിങ്ങൾക്കും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുക. ബട്ട് മേക്ക് ഷുവർ നിങ്ങളുടെ സ്കിന്നിന് അത് മാച്ച് ആണെന്ന്. യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അലർജീസ് കാര്യങ്ങളൊന്നും വരില്ല. കാരണം എല്ലാവരുടെയും സ്കിന്ന് കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതെന്തായാലും മറക്കണ്ട. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. ആൻഡ് അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.